എല്ലാവർക്കും നമസ്കാരം. ഇന്ന് റെസിപ്പിയുമായിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്, ചെറിയ ചില കിച്ചൺ ടിപ്സാണ് ചെയ്തിരിക്കുന്നത്. പലർക്കും ഇത് അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവരുണ്ടായിരിക്കും. അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മളെല്ലാവരും കടല, ഗ്രീൻ പീസ്, പയർ ഇതൊക്കെ കൂട്ടാൻ വെക്കുന്നതിന് മുമ്പായിട്ട് ഒരു 4-5 മണിക്കൂറോളം കുതിർത്ത് വെക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളിത് കുതിർത്ത് വെക്കാൻ മറന്നുപോകും. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ വേഗത്തിൽ കുതിർത്തെടുക്കാമെന്നാണ് ആദ്യം കാണിച്ചു തരുന്നത്. അതിനാദ്യമായി വേണ്ടത് ഇതേപോലെ ഒരു കാസറോൾ എടുക്കുക. അതിലേക്ക് നമുക്ക് എന്താണ് കുതിർത്ത് വെക്കാമെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 പെയറാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഇട്ട് കൊടുത്ത സാധനം മുങ്ങിക്കിടക്കത്തക്കവണ്ണം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതൊന്ന് അരമണിക്കൂർ അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം. പയർ ഇപ്പോൾ കുതിർന്നിട്ടുണ്ടാകും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എല്ലാം നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കുതിർത്തെടുത്തു. അപ്പോൾ ഇനിയും ഇത് കുതിർത്തില്ല എന്ന് വെച്ചാൽ തന്നെ കറിയൊന്നും വെക്കാതിരിക്കേണ്ട. ഇതേപോലെ പെട്ടെന്ന് കുതിർത്തെടുക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് പാടുള്ള ഒരു കാര്യമാണ് വെളുത്തുള്ളി പൊളിച്ചെടുക്കുക എന്നുള്ളത്. 1-2 ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം നമ്മൾ അച്ചാർ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഒരുപാട് വെളുത്തുള്ളി വേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ വേഗത്തിൽ പൊളിച്ചെടുക്കാമെന്നാണ് കാണിച്ചത്. അതിനുവേണ്ടി ചെറുതായി തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് പൊളിച്ച് നോക്കാം. ഇതേപോലെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി മാറ്റിയെടുക്കാവുന്നതാണ്. പിച്ചാത്തി ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഞാൻ ഈ വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് പലർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും ചെയ്തിട്ടില്ലാത്തവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെറുനാരങ്ങ എങ്ങനെ ഫ്രിഡ്ജിൽ 2 ആഴ്ചയിൽ കൂടുതൽ സൂക്ഷിച്ചു വെക്കാമെന്നാണ് അടുത്തത് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. ഇതിന് ബുക്കിൻ്റെ പേപ്പർ അങ്ങനെ ഏത് പേപ്പർ എടുത്താലും സാരമില്ല. ഈ ടിഷ്യൂ പേപ്പറിലേക്ക് നാരങ്ങ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലെ വെള്ളമെല്ലാം മാറ്റിയിട്ടുള്ളതാണ്. ഇതെടുത്ത് ഇതേപോലെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മടക്കണം. ഇങ്ങനെ ഓരോ നാരങ്ങയും ചെയ്തെടുക്കാം. ഈ നാരങ്ങയെല്ലാം ഞാൻ ഇതേപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ച് 2 ആഴ്ചയിൽ കൂടുതലോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമ്മൾക്ക് കറികളിലൊക്കെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണ് കറിവേപ്പില. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കറിവേപ്പില വെറുതെ കവറിലൊക്കെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങിപ്പോകും. അപ്പോൾ അതെങ്ങനെ ഫ്രഷായിട്ട് സൂക്ഷിക്കാമെന്നാണ് കാണിക്കുന്നത്. അതിന് ഞാൻ ആദ്യം ചെയ്തത് കറിവേപ്പില നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ തണ്ടിൽ നിന്ന് ഇല ഇതേപോലെ അടർത്തി മാറ്റി. എന്നിട്ട് ഇതേപോലെ ഒരു കിച്ചൺ ടവലിൽ എല്ലാം നന്നായിട്ട് ഇട്ടതിന് ശേഷം അതിലെ വെള്ളം ഒന്ന് മാറ്റിയെടുക്കും. ഇതിലിപ്പോൾ വെള്ളം ഒട്ടും തന്നെ ഇല്ല. ഇനി നമുക്ക് വേണ്ടത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ്. ഈ കണ്ടെയ്നറിലേക്ക് ഞാനൊരു ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിങ്ങനെ ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വേറൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഫ്രഷായിട്ട് ഇരിക്കും. കുറേ നാൾ സിങ്ക് യൂസ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ട്യൂബിലൊക്കെ അഴുക്കടിഞ്ഞു കൂടിയിട്ട് വെള്ളം പോകാതിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതെങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. നമുക്കിതിലേക്ക് അല്പം
വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഇതേപോലെ സിങ്കിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. സിങ്കിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ചൂടാക്കിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് പൈപ്പ് ഒന്ന് ചെറുതായിട്ട് തുറന്നു കൊടുക്കാം. ഇതേപോലെ നമുക്ക് സിങ്കിലെ അഴുക്കെല്ലാം മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് അമ്മ വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഞാനിത് പഠിച്ചത്. കിച്ചൺ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.